ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, അതായത് അടുത്തതായി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് ഫയലോ മറ്റു കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. സോ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ട് ഡീപ്പ് ബ്രീത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതലും നിങ്ങൾ ഇതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സിറ്റുവേഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് മേജർലി നിങ്ങളുടെ ഫോക്കസ് ഭയങ്കരമായിട്ടും ചേഞ്ച് ആകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻറ്റുകളും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ട്രോമാസും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്ത ഒരുപാട് ഇൻസിഡൻറ്റും അനുഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ബട്ട് നൗ ക്ലിയർലി ഇപ്പം നോക്കുന്ന സമയത്ത് നിങ്ങൾക്കതെല്ലാം ഒരു എന്താ പറയുക, ഒരു ഡ്രീം പോലെ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകോട്ട് നോക്കുന്ന സമയത്ത് ഇതെല്ലാം എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്നത് എനിക്ക് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ആൾക്കാർ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ എൻ്റെ ലൈഫിൽ വന്നു പോയത് എനിക്ക് ഒരുപാട് പാഠവും ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും എൻ്റെ ലൈഫിൽ തരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് ഈ സമയത്ത് വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഒരു റിലേഷൻഷിപ്പ് ആയാലോ കരിയർ റിലേറ്റഡ് ആയാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരുപാട് വ്യക്തികളും ഒരുപാട് ഇൻസിഡൻറ്റും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് ഒരു പാഠമാണ് അല്ലെങ്കിൽ പാഠപുസ്തകം ആണ് എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസാണ്. അതായത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ കരിയറിലേക്കുള്ള നിങ്ങളുടെ പർപ്പസിലേക്കുള്ള നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, നിങ്ങളുടെ സോൾ എന്താണോ പറയുന്നത്, വിധിപ്രകാരം നിങ്ങൾ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ് എന്താണോ അല്ലെങ്കിൽ വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ എന്താണോ വരേണ്ടത് അത് നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലായിട്ടും കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഡയറക്ഷൻ തന്നെ മാറുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻ നിന്ന് ഇറങ്ങി നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നുണ്ട്, ചില റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട സാധനം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും എന്തോ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഈ സമയത്ത് ആരെയും അങ്ങനെ അടുപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല, ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന, ഒറ്റയ്ക്ക് നിന്ന് ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ഒരു ആളെ കണക്കാണ് ഈ സമയം കുറേ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നത്. സോ ഇവിടെ മേജർലി കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്ന ചേഞ്ചസ് എന്താണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആൾക്കാരെ ഇത്രയും നാൾ അടുപ്പിച്ചു കൊണ്ടിരുന്നത് അവരാരാണ് എന്താണ് ഒന്നും അറിയാതെ ആയിരിക്കും. സോ ഇവിടെ ക്ലിയർലി ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ചില സിറ്റുവേഷൻസ് നിങ്ങൾ ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മാനിപ്പുലേഷൻസ് അവിടെ അനുഭവിച്ചിട്ടുണ്ട്. ഈവൻ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളൊന്ന് വീഴുന്ന സമയത്ത് ആ വീഴ്ച പോലും കണക്കിൽ കൂട്ടാണ്ട് ഒരുപാട് പേര് നിങ്ങളെ ഭയങ്കരമായിട്ടും ഡൗൺ ആക്കിയിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഫോക്കസ് ഉണ്ട്, എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ ആരാണ് എന്നാണെന്നൊക്കെയുള്ള ബോധ്യം വ്യക്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. സോ വ്യക്തമായിട്ടുള്ള ഫോക്കസ് ഉണ്ടാകുന്നത്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഈ സമയം നിങ്ങൾക്ക് ഒരു റെസ്റ്റിംഗ് പീരീഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണ്. അതായത് ഒരു റീകൺസിഡർ, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് അടികളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾ കൂടുതൽ ആൾക്കാരും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്
എൻ്റെ ലൈഫിൽ വന്ന സിറ്റുവേഷൻ തന്നെ ഇനി വരുമോ എന്നുള്ള പേടിയുണ്ട്. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അതേപോലെ തന്നെ ആവുമോ ഈ റിലേഷൻഷിപ്പും എന്നുള്ള പേടി കൊണ്ട് ആരെയൊക്കെ അവോയ്ഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ട് എന്നുള്ള സിറ്റുവേഷൻസ് കൊണ്ട് ലൈഫിൽ ഒരു ഡൗൺ ആരെയും അങ്ങനെ അടുപ്പിക്കാത്തൊരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. സോ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഒന്നും ആരെയും സംബന്ധിച്ച് കാണാൻ പറ്റുന്നില്ല. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു റീകൺസിഡർ, ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ട അല്ലെങ്കിൽ വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ പഴയ പാസ്റ്റും കാര്യങ്ങളും എടുത്ത് തലയിൽ ചുമത്തി നിൽക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ പഴയ വ്യക്തി ആലോചിച്ച് നിൽക്കുന്ന സമയമാണ്. ഒരുപാട് സമയം പോയി എന്നൊക്കെ മനസ്സിലാക്കുന്ന വ്യക്തിയിലാണെന്നുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങളുടെ സമയം ഏജ് കൂടിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക സമയം പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് പാസ്റ്റ് എന്നുള്ള മെമ്മറീസും ഒരുപാട് സിറ്റുവേഷൻസ് എടുത്ത് തലമണ്ടയ്ക്ക് വെച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് നിങ്ങൾക്ക് വേണ്ട. ആരും കൂടെ ഉണ്ടാകത്തില്ല. ഡിവൈൻസ് നിങ്ങൾക്ക് തരുന്ന ടൈം പോലും നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാറില്ല എന്നുള്ള സമയമാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്കൊരു റെസ്റ്റിംഗ് പീരീഡ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. മുന്നോട്ടുള്ള സമയം എന്ന് പറയുന്നൊരു ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു തുടക്കം, ഒരു റീകൺസിഡർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ കാരണം നിങ്ങൾക്കല്ല ഒരുപാട് യൂസ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ അവെയർ ആയ കാരണം റിസൾട്ട് ഉണ്ടായത് മൊത്തം വേറെ ആൾക്കാർക്കായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ മരത്തിലെ ആപ്പിളും, നിങ്ങളൊരു ആപ്പിൾ മരമാണെന്നുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്ന ഫുള്ള് മറ്റുള്ളവരാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് വരേണ്ട അല്ലെങ്കിൽ വരുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് മേജർലി കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ സമയം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സമയത്തിലോട്ട് കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ചെയ്തതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചതിനും നിങ്ങൾ എത്തിപ്പെട്ട സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളെ എന്തുകൊണ്ട് ഇത്രത്തോളം ഡൗൺ ആക്കി എന്നതിനൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള, നിങ്ങളൊരു എക്സാം എഴുതിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ പാസം, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് എന്തിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതെന്താവണം മറ്റേതെന്താവണം അതറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എന്തോ ആഗ്രഹിച്ച് എന്തോ പാഷനേറ്റ് ആയിട്ട് നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഇനി വരാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ബെറ്റർ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ട ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ സോളിനെ കൂടുതൽ അറിയാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കൂടുതലും ബ്യൂട്ടി ആകുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതിന് പുറമെ നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റുന്നു, നിങ്ങളുടെ സോളിൻ്റെ ലൂപ്പിൽ കയറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്ന ചില ആൾക്കാരെ സംബന്ധിച്ച്. നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന നിങ്ങളുടെ ചില കഴിവുകളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് സോൾ പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ജസ്റ്റ് നിങ്ങളെ അതിശയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും അവേക്കനിങ് ആക്കിക്കൊണ്ട് നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടൊരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ സോളിൻ്റെ വാല്യൂ എന്താണ്, നിങ്ങളുടെ സോളിൻ്റെ സെക്ഷുവാലിറ്റി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ സെക്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഈ സമയം നിങ്ങൾ എന്താണെന്ന് കൂടുതലും മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഒരുപാട് ആൾക്കാർ കടന്നു പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ സമയം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഡയമെൻഷൻ മാറുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഫാൻറ്റസി വേൾഡിൽ പെട്ട ചില സിറ്റുവേഷനിലൊക്കെ പോകുന്നുണ്ട്. എന്തുകൊണ്ട് ലൈഫിൽ ചില ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഒരു ഹീലിംഗ് പ്രോസസ്സൊക്കെ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഈ സമയത്ത് നിങ്ങൾ ഭൂമിയിലും ആകാശത്തും അല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും, ഒരു സെൻറ്റർ ഓഫ് വേൾഡിലായിരിക്കും. അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. കുറേ അധികം സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ട സമയമാണ്. സോ ഏഞ്ചൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും അസിസ്റ്റൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഫ്യൂച്ചർ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ, ബെറ്റർ ആയിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഹീലിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ ടാറോ കാർഡ് റീഡിംഗ് പഠിക്കാൻ, അത് വളരെ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. നിങ്ങളുടെ സോളിൻ്റെ കഴിവ് എന്താണ്, നിങ്ങളുടെ സോളിൻ്റെ പാഷൻ എന്താണ്, നിങ്ങളുടെ സോൾ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വിവരം നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്.
കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പുതിയ വ്യക്തി കടന്നു വരാനുള്ള ചാൻസസ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ അതൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, അതൊരു വ്യക്തി ആയിരിക്കാം, അതൊരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, ഒരു മാരേജ് ആയിരിക്കാം, പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിരിക്കാം, ഒരു കുട്ടിയായിരിക്കാം, ഒരു പ്രഗ്നൻസി ആയിട്ട് അങ്ങനെ അതിനൊക്കെയായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ന്യൂ ബോൺ ബേബി ആയിരിക്കാം. അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അടുത്തൊരു ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ആങ്സൈറ്റിയിലായിരിക്കും. ഇനി അടുത്തത് എന്താണ്, വാട്ട് നെക്സ്റ്റ്, നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്തൊരു പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയമായിട്ടാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഡാർക്കസ്റ്റ് ഫിയർ ഉണ്ട്, അതായത് ഒരുപാട് ട്രോമാസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് ട്രോമയും കിടക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും എൻ്റെ ലൈഫിൽ അതൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അത് അറിയാതെ നിങ്ങളുടെ ലൈഫിൽ അതെല്ലാം ട്രോമാസും സിറ്റുവേഷൻസും എല്ലാം റിവീൽ ചെയ്ത് ക്ലെൻസ് ചെയ്യുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നു. ട്രോമാസ് അതുപോലെ തന്നെ ഈ യൂണിവേഴ്സ് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പഴയ പാസ്റ്റൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് മറന്നൊരു ട്രാൻസ്ഫർമേഷൻ, ഒരു ന്യൂ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കി തരാവുന്ന ഒരു സിറ്റുവേഷനായി കാണാൻ പറ്റുന്നു. സോ അതുകൊണ്ട് തന്നെ ഫിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസും ഫിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ പോയതിനു ശേഷം ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ആയിട്ടുള്ളൊരു കരിയർ, ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ ഒരു ടോട്ടൽ ഒരു എന്താ പറയുക, പാമ്പ് പടം പൊഴിച്ച് പോകില്ല, അതേ ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയം ഷെയർ ചെയ്യാൻ വേണ്ടി, ലവ് ഷെയർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതുമാത്രമല്ല പഴയ റിലേഷൻഷിപ്പൊക്കെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ ഭയങ്കരമായിട്ട് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് പറയുന്നത് ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ സമയത്ത് എനർജി ഒരുപാട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് എനർജി പരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. സോ അങ്ങനത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിന്നുള്ള ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയം കടന്നു വരേണ്ടി വരും. അതുമാത്രമല്ല പാസ്റ്റിൽ നിന്നും പുതിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരേണ്ടി വരും. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് തീർക്കാൻ വേണ്ടിയിട്ട്, മാപ്പ് പറയാൻ വേണ്ടിയിട്ട്, അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. ചില വ്യക്തികൾ നിങ്ങളുടെ സമയത്ത് ഈ ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ നിന്നുള്ള ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, നിങ്ങളടുത്ത് ഒരുപാട് തെറ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം. അവരൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഡൗൺ ആയിട്ട് നിന്ന സമയത്ത് വാല്യൂ തരാത്ത ആൾക്കാരൊക്കെ ഈ സമയത്ത് വന്ന് നിങ്ങൾക്ക് വാല്യൂ തരാം, ഇഷ്ടം തരാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. സോ അതിലൊന്നും ഇടപെടാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഈ സമയത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ജെനുവിൻ ആയിട്ടുള്ള ഫെക്റ്റിംഗ് ഫ്ലെയിമിലാണ് പ്രേമിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു കരിയറിൽ വ്യക്തമായിട്ടുള്ളൊരു പാത്തിലല്ല പോകുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു പാത്ത് വരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് സ്പിരിച്വൽ ജേണിയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഡാർക്ക് നൈറ്റ് സോൾ സിറ്റുവേഷൻസ് എന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ചിത്രശലഭങ്ങളെ കാണുന്നു, ഒരുപാട് ആൾക്കാർ കൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാകുന്നു, ഒരു ബിലീഫ് ഉണ്ടാകുന്നു, ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നു, ഒരുപാട് നിങ്ങൾ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഇറങ്ങി മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഒരു പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ, നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലാക്കി നിൽക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചും. എൻ്റെ സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റുന്നില്ല, എനിക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ പാത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല, ബാക്കിയുള്ളവർ പോകുന്ന പാത കറക്റ്റാണ്, എൻ്റെ പാത കറക്റ്റാണോ, എനിക്ക് എന്തുകൊണ്ട് എനിക്ക് അവിടെ റീച്ച് ഔട്ട് ആവാൻ പറ്റും, എൻ്റെ ലൈഫിൽ ഇത്രയും ഇൻസിഡൻറ്റ് ഉണ്ടായി, ഇത്രയും സിറ്റുവേഷൻസ് ഉണ്ടായി, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഒരു മാറ്റം ഉണ്ടാവുന്നില്ല, ഫാമിലിയിൽ എല്ലാവരും രക്ഷപ്പെട്ടു, ലൈഫിൽ എല്ലാവരും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് നിങ്ങൾ റീച്ച് ഔട്ട് ആവേണ്ട ഒരു സമയമായി എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സ്ഥലത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിപ്പെടേണ്ട ഒരു സമയമായി എന്നുള്ളത് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു ബിഗിനിങ്സ് ആണ്, പുതിയൊരു തുടക്കമാണ്, പുതിയ കരിയർ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് ഓപ്പൺ അപ്പ് ആവുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും സാഡാണ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. എനിക്കിവിടെ നിന്ന് ഇനി മുന്നോട്ടൊരു യാത്ര ഉണ്ടോ അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ടൊരു പാത ഉണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ കുതിച്ചുയരേണ്ട സമയമായി കഴിഞ്ഞു. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങളെ ആരോ പിടിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ പിടിച്ച് നിർത്തുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് റിലീഫ് ആവുന്ന, ഡിവൈനിലോട്ട് കണക്റ്റഡ് ആവുന്ന, നിങ്ങളുടെ പാത്ത് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ് പാത്ത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി ഇപ്പം നിൽക്കുന്ന ചങ്ങലയൊക്കെ പൊട്ടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഇതൊരു ജസ്റ്റ് ചെറിയൊരു റീഡിംഗ് ആയിരുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സി യു.